നമ്മുടെ കേരളത്തിൽ നമ്മളെ മലയാളികളൊക്കെ ബിഗ് ബോസ് ഷോ കണ്ടിട്ട് ബിഗ് ബോസ് ഹൗസിനകത്ത് വരുന്ന സെലിബ്രിറ്റീസിനേക്കാൾ നന്നായിട്ട് കമൻറ്ററി പറയുന്നത് നമ്മളെല്ലാം ഇപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. അത് ഈവൻ ബ്ലോഗേഴ്സ് ആണെങ്കിൽ കൂടിയും അല്ലെങ്കിൽ അതിൽ ബിഗ് ബോസിൻ്റെ വീഡിയോയ്ക്ക് താഴെ വരുന്ന കമൻസ് ആണെങ്കിൽ കൂടിയും. അതുകൊണ്ടായിരിക്കാം ബിഗ് ബോസ് സീസൺ 7 ബിഗ് ബോസ് ടീം ഇത്തരത്തിൽ സാധാരണക്കാർക്ക് വേണ്ടിയിട്ട് ഒരു അവസരം, ബിഗ് ബോസ് ഹൗസിലേക്ക് ചെല്ലാനൊരു അവസരം നൽകിയിരിക്കുന്നത്. അതും വളരെ ഈസി ആയിട്ട് ജസ്റ്റ് കുറച്ച് സ്റ്റെപ്സിലൂടെ നിങ്ങൾക്ക് എല്ലാവർക്കും ആർക്ക് വേണമെങ്കിലും ബിഗ് ബോസിലേക്ക് അപ്ലൈ ചെയ്ത് അതിലേക്ക് എൻട്രി ചെയ്യാൻ സാധിക്കും. അപ്പോൾ ബിഗ് ബോസ് സീസൺ 7 പ്രതീക്ഷിക്കുന്ന കുറച്ചധികം കോമണറിനെ പ്രേക്ഷകർ എടുത്തു പറയുന്നുണ്ട്. അത് ഇന്ന് ലേറ്റസ്റ്റ് ആയിട്ട് ഏഷ്യാനെറ്റ് പുറത്തുവിട്ട ഒരു കോമണേഴ്സിന്റെ കൗണ്ട് അല്ലെങ്കിൽ നമ്പർ പ്രെഡിക്ഷന് തൊട്ട് താഴെയായിട്ടാണ് ഇത്തരത്തിലുള്ള വലിയ വലിയ കമന്റുകളൊക്കെ വന്നിരിക്കുന്നത്. അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ പേര് പറയുന്നത് ഒരു 4 പേരെ അല്ലെങ്കിൽ 5 പേരെയെങ്കിലും ഈ സാധാരണക്കാരിൽ നിന്ന് സെലക്ട് ചെയ്യണം. പക്ഷെ സെലക്ട് ചെയ്യുമ്പോൾ അങ്ങനെ വെറുതെ ആരെങ്കിലും സെലക്ട് ചെയ്താൽ പോരാ, പകരം നന്നായിട്ട് പ്ലാൻ ചെയ്ത് കളിക്കാൻ കൂടി അറിയുന്ന ഒരാളായിരിക്കണം. ഒരു കാര്യം 100% പറയാം, ഈ പറയുന്ന കോമണറായിട്ട് വരുന്നവർക്ക് ഒരു നല്ല കഥ പറയാൻ കാണും. കാരണം ആദ്യമായിട്ട് ബിഗ് ബോസ് കൊടുക്കുന്ന ടാസ്ക് തന്നെ ഒരു നല്ല കഥ പറയാനാണ്. എന്തുകൊണ്ടാണ് ബിഗ് ബോസ് ഹൗസിലേക്ക് വരാനുള്ള യോഗ്യത, അത് പറഞ്ഞിട്ടാണ് ബിഗ് ബോസ് ഹൗസിലേക്ക് ഇവർ എൻട്രി ചെയ്യാൻ സാധ്യത. അപ്പോൾ ആ ഒരു സ്റ്റോറി നമുക്ക് എന്തായാലും ശരി ബിഗ് ബോസ് ഹൗസിലേക്ക് എത്തുമ്പോൾ നല്ല അടിപൊളി സ്റ്റോറി ആയതുകൊണ്ടായിരിക്കുമല്ലോ സെലക്ട് ആവുന്നത്. അപ്പോൾ നമുക്ക് കേൾക്കാൻ സാധിക്കും. പക്ഷേ നിങ്ങളുടെ ഈ സെന്റിമെന്റൽ അല്ലെങ്കിൽ ഇമോഷണൽ സ്റ്റോറി മാത്രമല്ല ബിഗ് ബോസ് എന്ന ഗെയിം എന്ന് പറയുന്നത്. സോ ആ ഗെയിമുകളെല്ലാം തന്നെ ഈ പറയുന്ന സെലിബ്രിറ്റീസിന്റെ കൂടെ അല്ലെങ്കിൽ ഇൻഫ്ലുവൻസേഴ്സിന്റെ ഒക്കെ കൂടെ ഫൈറ്റ് ചെയ്ത് ആ ഗെയിം ജയിക്കാൻ കൂടി സാധ്യതയുള്ള അത്തരത്തിൽ നല്ല വിവരവും ബോധവും ഒക്കെയുള്ള ആൾക്കാരായിരിക്കണം. ഈവൻ അത് മാത്രമല്ല നല്ല ഫിസിക്കലി നല്ല ആക്റ്റീവായിട്ട് തന്നെ നിൽക്കുന്ന ആൾക്കാരായിരിക്കണം ബിഗ് ബോസ് ഹൗസിലേക്ക് വരാൻ സാധ്യതയുള്ള സാധാരണക്കാർ. അപ്പോൾ അത്തരത്തിൽ ഒരുപാട് കമന്റ്സുകളാണ് വന്നിരിക്കുന്നത്. അത് മാത്രമല്ല ബിഗ് ബോസ് ഹൗസിലേക്ക് സാധാരണക്കാരായിട്ട് വരുമ്പോൾ കൂടുതലും ആണുങ്ങൾ തന്നെ വരട്ടെ എന്നാണ് പറയുന്നത്. ഒരു പക്ഷേ ബിഗ് ബോസ് ഹൗസിൽ ഇതുവരെ വന്നിട്ടുള്ള പെൺകുട്ടികളുടെ ഒരു അവസ്ഥ എടുക്കുകയാണെങ്കിൽ എല്ലാം എന്ന് ഞാൻ പറയുന്നില്ല. കാരണം ജാസ്മിനൊക്കെ വളരെ എന്താ പറയുക ആക്റ്റീവായിട്ട് പെർഫോം ചെയ്ത വ്യക്തികളാണ്. പക്ഷെ കൂടുതലും ഈ സ്ത്രീകളാണ് അല്ലെങ്കിൽ പെൺകുട്ടികളാണ് ബിഗ് ബോസ് ഹൗസിലേക്ക് വരുന്നതെങ്കിൽ ഏതെങ്കിലും ഒരു കോർണറിൽ ഇരുന്ന് വളരെ ലൈറ്റായിട്ട് ഗെയിം കൊണ്ടുപോകുന്നവരാണ്. അതൊരു സ്ട്രാറ്റജിയാണ്. എങ്കിലും കുറച്ചധികം തണ്ടും തൻ്റെ ഇടമൊക്കെയുള്ള നല്ല ആക്റ്റീവായിട്ട് സംസാരിക്കുന്ന കുറച്ച് ആൺകുട്ടികൾ വരണം എന്നായിരിക്കാം പ്രേക്ഷകർ ഉദ്ദേശിക്കുന്നത്. ഏതായാലും കോമണറായിട്ട് വരുന്നവരിൽ 2 ആണും 2 പെണ്ണും വരട്ടെ അല്ലെങ്കിൽ 3 ആണും 2 പെണ്ണും വരട്ടെ എന്നൊക്കെ അഭിപ്രായമുള്ളവരുണ്ട്. ഗെയിം കളിക്കാൻ അറിയാവുന്നവർ ആയിരിക്കണം. അല്ലാതെ ഇമോഷണൽ സ്റ്റോറി മാത്രം കൊണ്ടുവരുന്നവർ ബിഗ് ബോസ് ഹൗസിലേക്ക് വരാതിരിക്കട്ടെ എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. ഇനി ഈ ഗെയിം കളിക്കാം എന്നൊക്കെ പറയുമ്പോൾ കഴിഞ്ഞ സീസണിൽ പറഞ്ഞതുപോലെ പന്ത് കളിയായിരിക്കും എന്ന് പറഞ്ഞു വരുന്നവരെയൊന്നും അതിന് സെലിബ്രിറ്റീസ് ആണെങ്കിലും ബിഗ് ബോസ് ടീം ഇത്തവണ എടുക്കാതിരിക്കട്ടെ എന്നുകൂടി നമുക്ക് ആശംസിക്കാം. ശരിക്കും പ്രേക്ഷകർക്ക് മത്സരത്തിൽ പങ്കെടുക്കുന്ന ആൾക്കാരെ പോലെ തന്നെ, അതായത് ഇത് കണ്ടിരിക്കുന്ന പല വ്യക്തികൾക്കും ഈ മത്സരത്തിൻ്റെ അകത്ത് നടക്കുന്ന ആവേശം മത്സരത്തിന് പുറത്തും നമ്മുടെ ഈ ഒരു യൂട്യൂബിൽ ആയിക്കോട്ടെ, ഇൻസ്റ്റഗ്രാമിൽ, അതുപോലെ ഏഷ്യാനെറ്റിൻ്റെ പ്രൊമോയ്ക്കൊക്കെ താഴേക്ക് ഒരു വലിയ ആവേശം നമ്മൾ കാണാറുണ്ട്. ആ പറയുന്ന ആവേശത്തിൻ്റെ ഒരു 10 മടങ്ങെങ്കിലും നമ്മുടെ ബിഗ് ബോസ് ഹൗസിൽ ഉണ്ടായിരിക്കണം. എല്ലാ സീസണിലും ഉണ്ടാകുന്ന ഒരു വലിയ പ്രശ്നമാണ് ഞാൻ ഈ അഡ്രസ്സ് ചെയ്തത്. അതുപോലെ കോമണർ ആകാനായി കുറേ പേരൊക്കെ ഇപ്പോൾ ഓൾറെഡി തന്നെ അപ്ലൈ ചെയ്തിട്ടുണ്ട്, വീഡിയോ ഒക്കെ എടുത്ത് അയച്ചിട്ടുണ്ട്. അങ്ങനെ കുറേ പേര് ഇപ്പോൾ ഇതുവരെയും ബിഗ് ബോസ് ടീം കോൺടാക്ട് ചെയ്തിട്ടില്ല. അങ്ങനെ ആരെങ്കിലും ബിഗ് ബോസ് ടീം കോൺടാക്ട് ചെയ്തിട്ടുണ്ടോ എന്നൊക്കെയുള്ളത് നിങ്ങൾക്ക് ഇവിടെ കമന്റിൽ പറയാം. അത്തരത്തിൽ നിങ്ങളെ ആരും കോൺടാക്ട് ചെയ്തിട്ടില്ലെങ്കിൽ കൂടിയും നിങ്ങൾ ഇപ്പോൾ നിരാശപ്പെടരുത്. കാരണം ഇനിയും എൻട്രീസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ജൂലൈ 10 എക്സ്റ്റെൻഡ് ചെയ്യുമോ എന്നറിയത്തില്ല. അധികം എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള സാധ്യത കുറവാണ്. കാരണം ഓൾറെഡി കുറേ കിട്ടിയിട്ടുണ്ട്. പിന്നെ അതുപോലെ ബിഗ് ബോസ് ഹൗസിലേക്ക് എങ്ങനെയാണ് എൻ്റർ ചെയ്യേണ്ടതെന്ന് ഇനിയും അറിയാത്തവർക്ക് വേണ്ടിയിട്ട് വളരെ വേഗത്തിൽ ഷോർട്ടായിട്ട് ഞാൻ ആ ഒരു പ്രോസസ്സ് ഒന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്യാം. നിങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു മൈജി ഫ്യൂച്ചർ ഷോറൂമിൽ പോവുക. അവിടെ ബിഗ് ബോസിൻ്റെ ഒരു കിയോസ്ക് വെച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്ത് നിന്ന് നിങ്ങളുടെ ലൈഫ് അല്ലെങ്കിൽ ബിഗ് ബോസ് ഹൗസിലേക്ക് പോകാനുള്ള നിങ്ങളുടെ യോഗ്യത അത് നന്നായിട്ട് ഒരു വീഡിയോ ആക്കി എടുക്കുക. ആ വീഡിയോ 50 MB കൂടാൻ പാടില്ല. അതായത് വലിയ ക്വാളിറ്റിയിൽ ക്യാമറയിലൊന്നും എടുക്കേണ്ട, മൊബൈലിൽ എടുത്താൽ മാത്രം മതി. ഈ പറയുന്ന വീഡിയോ bb7.geostar.com എന്ന ഒരു വെബ്സൈറ്റ് ഗൂഗിളിൽ അടിച്ചു നോക്കിയാൽ മതി.
നിങ്ങൾക്ക് കിട്ടും. അതിൽ കയറി അതിൽ പേരും ഫോൺ നമ്പറും ഒക്കെ അടിച്ചു കൊടുക്കുക. ഫോൺ നമ്പർ അടിച്ചു കൊടുക്കുമ്പോൾ OTP കിട്ടും. എന്നിട്ട് നിങ്ങൾ ഈ എടുത്ത വീഡിയോ അതിൽ അപ്ലോഡ് ചെയ്ത് കൊടുത്ത് അതിനകത്ത് കമൻസ് ഒക്കെ എഴുതി കൊടുത്ത് നിങ്ങളത് പോസ്റ്റ് ചെയ്യുക. അതിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ ഒന്ന് നോക്കുക. അങ്ങനെ അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കും ഉറപ്പായിട്ടും BB ടീമിൽ നിന്ന് കോൾ വരും. നിങ്ങൾക്കും നിങ്ങളുടെ കഴിവിനനുസരിച്ച് ഉറപ്പായിട്ടും നിങ്ങൾക്ക് ബിഗ് ബോസ് സീസൺ 7ന്റെ ഭാഗമായി മാറാം. ഇനി നിങ്ങൾ അത്തരത്തിൽ വന്നാൽ ഉറപ്പായിട്ടും വലിയൊരു പ്രേക്ഷകരുടെ ഒരു സപ്പോർട്ട്, ഉറപ്പായിട്ടും എൻ്റെ വക ഒരു സപ്പോർട്ട് ഉണ്ടായിരിക്കും. ഈ ഒരു ചാനൽ എന്ന് പറയുന്നത് ബിഗ് ബോസ് സീസൺ 7ന്റെ ഭാഗമായിട്ട് തന്നെയാണ് എഗെയിൻ റീസ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. സോ അത് ഞാൻ കോമണേഴ്സിന് വേണ്ടിയിട്ട് ഒരു സ്പെഷ്യലായിട്ട് കൊടുക്കും. കാരണം ഓൾറെഡി ഇൻഫ്ലുവൻസേഴ്സിനെയൊക്കെ നമ്മൾ ഒരുപാട് സപ്പോർട്ട് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. പക്ഷെ കോമണറായിട്ട് വരുന്നവർക്ക് ഫാൻസോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവത്തില്ല. അപ്പോൾ അവരെക്കുറിച്ച് എന്താണേലും ഞാൻ ഒരു പൊടിക്ക് ഞാൻ സപ്പോർട്ട് ചെയ്തിട്ട് തന്നെ സംസാരിക്കത്തുള്ളൂ. അപ്പോൾ വേഗമാകട്ടെ. ഇനി നിങ്ങളുടെ ഫ്രണ്ടാണ്, നിങ്ങളുടെ ഒരു ഫ്രണ്ട്സിന് ഇത്തരത്തിൽ നന്നായിട്ട് സംസാരിക്കാൻ കഴിവൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് അയച്ചു കൊടുത്ത് മോട്ടിവേറ്റ് ചെയ്യിക്കുക. ദെൻ നിങ്ങൾ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാത്തിരിക്കുക പുതിയ ബിഗ് ബോസ് അപ്ഡേഷൻസിന് വേണ്ടിയിട്ട്. സോ ബൈ ബൈ.